ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് നടക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്ക് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് എതിരാളി സ്പെയിനാണ്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമാണ് അർജന്റീന. ഒപ്പം ഫുട്ബോൾ മിശിഹ മെസ്സിക്കും. ഫൈനൽ കാണാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന 2 വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിലൊന്ന്, ഇന്ന് രാത്രിയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്നതാണ്. മറ്റൊന്ന്, നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു എന്നതും. 2 തീരുമാനങ്ങളെയും ആവേശത്തോടെയാണ് ഫുട്ബോൾ പ്രേമികൾ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുത പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ കടുത്ത നിയന്ത്രണമാണുള്ളത്. അത് പലപ്പോഴും ലോകകപ്പ് മത്സരങ്ങൾ കാണുന്നതിന് തടസ്സമാവുകയും ചെയ്തു. ഇത് വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു. ഫൈനൽ പോലൊരു മത്സരത്തിനിടയ്ക്ക് വൈദ്യുതി മുടങ്ങിയാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഇന്ന് രാത്രിയിൽ വൈദ്യുത നിയന്ത്രണം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അർദ്ധരാത്രിയിൽ നടക്കുന്ന മത്സരം കണ്ടുകഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് രാവിലെ സ്കൂളിലെത്താൻ കഴിയില്ലെന്നും സ്കൂളുകൾക്ക് അവധി വേണമെന്നുമുള്ള ആവശ്യം ഇന്നലെ മുതൽ ഉയർന്നിരുന്നു. കളി നിശ്ചിത സമയത്ത് പൂർത്തിയായില്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റിയിലേക്കും നീളും. അതിനുശേഷം ആഘോഷമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഉറങ്ങാൻ സമയം കിട്ടില്ല. കടുത്ത ഉറക്കക്ഷീണം കാരണം അവർക്ക് സ്കൂളിലെത്താൻ കഴിയില്ല എന്നതൊക്കെയാണ് പലരും ചൂണ്ടിക്കാട്ടിയത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അവധി വേണമെന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത്. ഈ വിഷയത്തിലെ പൊതുവികാരം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അവധി നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി കേരളം കാത്തിരുന്ന തീരുമാനം പ്രഖ്യാപിച്ചു. സന്തോഷമായില്ലേ മക്കളെ എന്ന് ചോദിച്ചാണ് അവധി തീരുമാനം അറിയിച്ചുള്ള മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുട്ടികൾ കൈയടിച്ചാണ് മന്ത്രിയുടെ പ്രഖ്യാപനത്തെ വരവേറ്റിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഫൈനൽ മത്സരം ആവേശം വിതറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 4ാം ലോക കിരീടം തേടിയാണ് ഇറങ്ങുന്നത്. മറുവശത്ത് സ്പെയിൻ ലക്ഷ്യമിടുന്നത് തങ്ങളുടെ 2ാമത്തെ കിരീടം. ലയണൽ മെസ്സിയുടെ ലോകകപ്പിൽ നിന്നുള്ള വിടവാങ്ങലാകുമെന്ന് കരുതുന്ന മത്സരം കൂടിയാണ് ഇന്നത്തെ ഫൈനൽ. കിരീട നേട്ടത്തോടെ തങ്ങളുടെ മിശിഹയെ യാത്രയയക്കാനാണ് അർജന്റീന ആഗ്രഹിക്കുന്നത്. ഒപ്പം ഒരു പിടി റെക്കോർഡുകളും മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ തന്നിൽ നിന്നും ഫ്രാൻസിന്റെ എംബാപ്പെ തട്ടിയെടുത്ത 2 റെക്കോർഡുകൾ തിരിച്ചെടുക്കാൻ കൂടിയാകും അർജന്റീനയുടെ നായകൻ മെസ്സി ഇന്ന് ബൂട്ടണിയുന്നത്. അത് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന നേട്ടവും ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ പുരസ്കാരവുമാണ്. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരായ ലൂസേഴ്സ് ഫൈനൽ ഫ്രാൻസ് തോറ്റെങ്കിലും 2 ഗോളടിച്ച നായകൻ എംബാപ്പെ ഒറ്റയടിക്കാണ് 2 റെക്കോർഡും സ്വന്തമാക്കിയത്. ഈ ലോകകപ്പിൽ 10 ഗോളുകൾ തികച്ച എംബാപ്പെ ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടം 22 ഉയർത്തി. ഇന്ന് കുറഞ്ഞത് 2 ഗോളെങ്കിലും നേടിയാൽ മാത്രമേ മെസ്സിക്ക് ഇത് മറികടക്കാനാകൂ എന്നതാണ് വസ്തുത.